ഹലോ ഗായ്സ്, അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം മാവുമ്മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പരീക്ഷയും കുറച്ച് ഫോണിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാരണം വീഡിയോ ഇട്ടുണ്ടായില്ല. അപ്പോൾ നമ്മളിപ്പോൾ പഴയതുപോലെ ആക്റ്റീവ് ആയേക്കാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചീനവരെ പിടിച്ച ചെമ്മീൻ നമ്മുടെ ഡ്രയർ മെഷീനിലിട്ട് ഉണക്കി പാക്ക് ചെയ്യണ വീഡിയോ ഉണ്ടാ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടോ. ലെറ്റ്സ് ഗോ. ഇതാണ് കേട്ടോ നമ്മുടെ ചെമ്മീൻ. ഇത് നമ്മൾ ചീനവലൊന്നും ഇപ്പോൾ പിടിച്ചുകൊണ്ട് വന്നിട്ടുള്ളൂ. അത് ഇങ്ങനെ ഇരിക്കുള്ളൂ ചെമ്മീൻ. അപ്പോൾ നമ്മളിത് കഴുകി തിരിഞ്ഞ് ചവറൊക്കെ മാറ്റി സെറ്റാക്കി എടുക്കണം. നമ്മൾ ചവറൊക്കെ മാറ്റാനായിട്ട് ആദ്യം കഴുകി സെറ്റാക്കി എടുക്കാൻ പോകുകയാണ്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കഴുകാനായിട്ട് ഉണങ്ങിയൊക്കെ ഉണ്ടാ. അപ്പോൾ ഫസ്റ്റ് കഴുകലാണിത്. അപ്പോൾ ആദ്യത്തെ കഴുകൽ നമുക്ക് കാണാൻ പറ്റും. വെള്ളമൊക്കെ നല്ല ചെളിറ കളറാണ്. അപ്പോൾ ഇത് 5-6 പ്രാവശ്യം കഴുകി കഴിയുമ്പോൾ ആ ചെളിറ കളറൊക്കെ ഒന്ന് പോയി നല്ല ചെളിയൊക്കെ പോയി സെറ്റാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തിരിഞ്ഞ് ചവറും സാധനങ്ങളൊക്കെ മാറ്റാനായിട്ട്. നമ്മുടെ ചെമ്മീൻ കഴുകി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചെമ്മീത്തിൻ്റെ വെള്ളം ഊറ്റിക്കളയാണ്. ഇപ്പോൾ വെള്ളത്തിൻ്റെ കളറൊക്കെ ശരിയായിട്ടുണ്ട്. നമുക്ക് ഇനി തിരിയൽ തുടങ്ങാം. ചെമ്മീൻ തിരിഞ്ഞുകൊണ്ടിരിക്കേണ്ട. പൊടിമീൻ വേറെ നമ്മളെ ചെമ്മീൻ മാത്രമായിട്ട് മാറ്റി വയ്ക്കുകയാണ്. കൂട്ടത്തിലുള്ള ചപ്പും ചവറൊക്കെ നമ്മൾ കളയും. പിന്നെ ചെമ്മീൻ തിരിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി കഴുകോട്ട. അത് കഴിഞ്ഞിട്ടാണ് ഉണക്കാനായിട്ട് ഇടാൻ പോണത്. അപ്പോൾ നമ്മൾ ചെമ്മീൻ പിടിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഈ ഒരു ഐറ്റവും കൂടി ഉണ്ടാവട്ടെ. ഇതാണ് നമ്മുടെ സാക്ഷാൽ കാരച്ചെമ്മീൻ. അപ്പോൾ ഇത് എന്നെ നിയം പിടിച്ച് നിങ്ങളെ കാട്ടിത്തരേണ്ട. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ തിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു റൗണ്ടും കൂടി കഴുകി എടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ഉണക്കാനായിട്ട് ഇടാനായിട്ട്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് റൗണ്ട് കഴുകലാണ്ട്. നേരത്തെ കഴുകിയപ്പോൾ പോവാത്ത അഴുക്കൊക്കെ ഇപ്പം കഴുകുമ്പോൾ പോവും. ഇതാണ് നമ്മുടെ ലാസ്റ്റ് റൗണ്ട് കഴുകലി. അപ്പോൾ ഇത് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴുകിയ ചെമ്മീൻ്റെ നമുക്ക് കൊട്ടയിലോട്ടാക്കേണ്ട. കൊട്ടയിലോട്ടാക്കണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴുകിയതിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ ഊർന്ന് പോകാനായിട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉണക്കാനായിട്ട് കൊണ്ടുപോയി ഇടാൻ പോണത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെമ്മീൻ. അപ്പോൾ ഇതാണ് നമ്മൾ ഉണക്കാനായിട്ട് ഇടാൻ പോണത്. അപ്പോൾ കൊട്ടയിലൊക്കെ ആക്കി കഴുകി സെറ്റാക്കി വെച്ചേക്കാണ്. മാത്രമല്ല കൊട്ടയുടെ അടിയിലിരിക്കുന്ന ഷീറ്റാണ്. അതിനകത്താണ് നമ്മൾ ചെമ്മീൻ ഉണക്കാനായിട്ട് പോണത്. ആ ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് നേരെയൊക്കെ ഇട്ടിട്ട് വേണോട്ടാ അതിൻ്റെ പൊക്കത്തോട്ട് ചെമ്മീനിട്ട് നമ്മൾ ഉണക്കാൻ പോണത്. നമ്മൾ ഷീറ്റ് വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വിരിക്കുമ്പോൾ ചുളുങ്ങി കൂടിയൊക്കെ പോവും. അപ്പോൾ അതൊക്കെ നേരെയൊക്കെ ഇട്ടിട്ട് വേണം ചെമ്മീൻ ചറവറ അതിൻ്റെ മേത്തോട്ടിടാൻ. നമ്മുടെ ഷീറ്റൊക്കെ വിരിച്ച് കഴിഞ്ഞിട്ടാ. നമുക്ക് ഇനി അടുത്ത പരിപാടിയിലോട്ട് ഇടക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇട്ട് തുടങ്ങിയണ്ടാ. അപ്പോൾ കൊട്ടയമ്മ പിടിച്ച് ഇളക്കി ചെമ്മീൻ തെറിപ്പിച്ച് ഇടുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കണത്. നല്ല രസമുണ്ട്. മാത്രമല്ല നമുക്ക് ഇത്തിരി ബാഡ് ലക്കും കൂടി ഉണ്ട്. നമ്മുടെ ക്ലൈമറ്റൊക്കെ ഇച്ചിരി മൂടിക്കെട്ടിരിക്കണ ഇതാണ്. കാർമേഘമൊക്കെ ഇച്ചിരി മൂടിക്കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇച്ചിരി ഇരുട്ടാണ്, വെയിലൊക്കെ കുറവാണ്. അപ്പോൾ ചെമ്മീനൊന്ന് വെള്ളം പറ്റി കഴിയുമ്പോൾ അപ്പോൾ തന്നെ നമ്മളെടുത്ത് നമ്മുടെ ഡ്രയർ മെഷീനിലോട്ട് ഇടും. ബാക്കി നമ്മുടെ മെഷീൻ നോക്കിക്കോളും. ഇന്ന് ഇത്തിരി കാറ്റൊക്കെ ഉള്ള ദിവസമുണ്ട്. നമ്മുടെ ഷീറ്റൊക്കെ പറന്നൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളതൊന്നും കാര്യമൊക്കെ ഉണ്ട് ഷീറ്റൊക്കെ നിർത്തിയിട്ടിട്ട് നമ്മുടെ പണി തുടങ്ങിയാണ്. അപ്പോൾ ഇച്ചിരി കാറ്റൊക്കെ ഉള്ള ദിവസമാണെന്ന്. അങ്ങനെ മച്ചാമാരിയെ നമ്മുടെ ചെമ്മീനൊക്കെ ഇട്ട് തീരാറായിട്ടിരിക്കേണ്ട. അപ്പോൾ ലാസ്റ്റ് ചെമ്മീനാണ് ഇട്ടുകൊണ്ടിരിക്കണത്. ഇതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ്. അപ്പോൾ നമ്മുടെ ഷീറ്റിൽ ചെമ്മീനൊക്കെ ഇട്ട് നല്ല നിരത്തി സെറ്റാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇനി കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ട് ഉണങ്ങി വെള്ളമൊക്കെ വറ്റി സെറ്റാവണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഡ്രയർ മെഷീനിലോട്ട് എടുത്ത് വെക്കാനായിട്ട്. നമ്മുടെ ഷീറ്റ് കാറ്റടിച്ച് മടങ്ങിപ്പോകാണ്ടൊക്കെ ഇരിക്കാനായിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് നമ്മൾ ഇച്ചിരി വെയിറ്റായിട്ട് ഒരു ചൂലും പിന്നെ ഡ്രസ് വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന ഷീറ്റും വെച്ചിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ നമ്മൾ എടുക്കേണ്ട. മഴയൊക്കെ വരാനായിട്ട് പോകുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ വെള്ളമൊക്കെ അത്യാവശ്യം പറ്റിയിട്ടുണ്ട്. നമ്മുടെ ചെമ്മീനൊക്കെ കുടഞ്ഞ് നടുക്കോട്ട് കൂട്ടിയിടണോട്ടാ. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കോരണ സാധനവും വെച്ച് കോരി കൊട്ടയിലോട്ട് ഇടാനായിട്ട്.
അപ്പോൾ അതേ നമ്മൾ ചെമ്മീനൊക്കെ വാരിയിട്ട് ആ കൊട്ടയിലോട്ട് തന്നെ ഇടേണ്ട. അത് കഴിഞ്ഞിട്ട് ഇത് വാരി കൊട്ടയിലാക്കി കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ ഡ്രയർ മെഷീനിൽ കൊണ്ടിടാനായിട്ട്. എന്നിട്ട് വേണം ബാക്കി ഉണക്കലും കാര്യങ്ങളൊക്കെ. നമ്മുടെ ഫുള്ള് ചെമ്മീനും കാര്യങ്ങളൊക്കെ വാരി കൊട്ടയിലോട്ടിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇതാണ് ടൈസ് നമ്മുടെ ചെമ്മീൻ ഉണക്കാനായിട്ട് പോകണം ഡ്രയർ മെഷീൻ. അപ്പോൾ അതേ നമ്മുടെ മെഷീൻ്റെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ കാട്ടിത്തരാം. അപ്പോൾ അതേ നമ്മുടെ മെഷീൻ തുറക്കണത് മെഷീൻ്റെ സൈഡിലായിട്ട് ഒരു ലോക്ക് ഉണ്ട്. അപ്പോൾ അതേ ഇതിങ്ങനെ തുറന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ സാധാരണ ഡോറ് തുറക്കണ പോലെ തുറക്കാൻ പറ്റും. അപ്പോൾ അതേ ഇതാണ് ഇതിൻ്റെ ഉൾവശമൊക്കെ. ഉൾവശവും കാര്യം ഇതിൻ്റെ ഉള്ളിൽ 5 തട്ടുണ്ട്. അപ്പോൾ ഈ തട്ടുകളിലായിട്ടാണ് നമ്മുടെ ചെമ്മീൻ ഇട്ട് ഉണക്കണത്. അപ്പോൾ അതേ കേസ് നമ്മുടെ മെഷീനിലോട്ട് നമ്മൾ ചെമ്മീൻ ഇട്ട് തുടങ്ങിയേക്കണ്ട. അപ്പോൾ അതേ നമ്മളിങ്ങനെ നിരത്തി പരത്തി ഇങ്ങനെ ഇട്ട് കൊടുക്കണം, എന്നാലേ കറക്റ്റായിട്ട് ഉണങ്ങുള്ളത്. അപ്പോൾ അതേ നമ്മൾ എല്ലാ തട്ടിലും ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കാൻ പോണേണ്ട. അപ്പോൾ അതേ ഇരിക്കുന്ന ഡ്രയർ മെഷീൻ ആൾ നിസ്സാരക്കാരനൊന്നല്ല കേട്ടോ. ഈ ഡ്രയർ മെഷീനിൽ നമുക്ക് ചെമ്മീൻ മാത്രമല്ല കൊപ്ര, മുളക്, അങ്ങനെ കുറേ സാധനങ്ങൾ, അതായത് ഉണക്കാൻ പറ്റുന്ന ഒട്ടുമിക്ക സാധനങ്ങൾ ഇതിനകത്ത് ഉണക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ മിഷ്യത്തിന് 30-35,000 വിലയുണ്ട്. നമ്മളിപ്പോൾ ഈ മിഷൻ കോഴിക്കോട് നിന്നാണ് വാങ്ങിച്ചത്. ഇത് നമ്മുടെ ഡ്രയർ മിഷൻ മെക്ലാർക്ക് എഞ്ചിനീയറിംഗ് കമ്പനിയുടെ ഉണ്ടാ. അപ്പോൾ അതേ നമുക്ക് ഈ സൈസിലുള്ള ഡ്രയർ മെഷീനും പല സൈസിലുള്ള ഡ്രയർ മെഷീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഡ്രയർ മെഷീനാണ് നമ്മളിപ്പോൾ വാങ്ങിച്ചേക്കണത്. അപ്പോൾ ഈ ഡ്രയർ മെഷീനിൽ ഒരേ സമയം 10 കിലോ ചെമ്മീൻ നമുക്ക് ഈസി ആയിട്ട് ഉണക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതേ ഇതാണ്ട് നമ്മുടെ മെഷീൻ്റെ ലാസ്റ്റത്തെ തട്ട്. അപ്പോൾ അതേ ഇതിനകത്തും കൂടി ചെമ്മീൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഷീൻ ഓണാക്കാനായിട്ട് പറ്റും. അതേ ഇതാണ് ലാസ്റ്റത്തെ തട്ട്. അതേ ചെമ്മീൻ ഇട്ടുകൊണ്ടിരിക്കേണ്ട. അപ്പോഴത്തേക്ക് നമ്മൾ ചെമ്മീനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാ. അതേ ഇതാണ് ലാസ്റ്റ് തട്ട്. അതേ മിഷ്യൻ്റെ ആ തട്ട് കയറ്റി വെച്ചിട്ട് നമ്മുടെ മിഷ്യൻ്റെ ഡോർ അടക്കാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് ആ ലോക്കും കൂടി ഇട്ടാൽ സെറ്റ്. പിന്നെ നമ്മുടെ മിഷ്യൻ ഓൺ ചെയ്തിട്ട് നമ്മുടെ മിഷ്യൻ്റെ ടൈമറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോഴത്തേ നമ്മൾ ടൈമറും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് പോകണേണ്ട. അതേ അമ്മയാണ് വെക്കണത്. നമുക്കൊന്നും വലിയ പിടിയൊന്നും ഇല്ല അതിനെപ്പറ്റി. അതേ അമ്മ വെക്കാൻ വേണേണ്. അതേ നമ്മ ഇപ്പം ചൂണ്ടിക്കാണിക്കുന്നത് മണിക്കൂറിൻ്റെ ഇതാണ്. മണിക്കൂർ വെച്ചുകൊണ്ടിരിക്കണം. അമ്മ അപ്പം 6 മണിക്കൂറാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. അപ്പോൾ അതേ നമ്മൾ മെഷീനൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ അതേ അമ്മതേ ചൂണ്ടിക്കാണിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ മെഷീൻ്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചറാണ് 27.0 ആണ്. അപ്പോൾ അതേ ഈ മെഷീൻ വർക്ക് ചെയ്യും തോറും കൂടിക്കൂടി ടെമ്പറേച്ചർ ഇങ്ങനെ കൂടിക്കൂടി വരും. അങ്ങനെ ഒരേ ചൂടിലിരുന്ന് നമ്മുടെ ചെമ്മീനൊക്കെ നല്ല അന്തസ്സായിട്ട് ഉണങ്ങി കിട്ടോട്ടാ. മെഷീൻ തുറക്കാനായിട്ട് വേണം. അപ്പോൾ നമ്മൾ വെച്ചിട്ട് ഇപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതേ മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ചെമ്മീനൊക്കെ നല്ല അന്തസ്സായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ഫസ്റ്റ് ലെയർ എടുക്കേണ്ട. അത് ഫസ്റ്റ് ലെയർ കണ്ടിട്ട് അവിടെ കൊണ്ട് മാറ്റി വയ്ക്കുകയാണ്. അതിൻ്റെ അടുത്ത ലെയർ ഇപ്പോൾ എടുക്കും. അപ്പോഴത്തേക്ക് നമ്മൾ സെക്കൻഡ് ലെയർ എടുക്കേണ്ട. അതേ സെക്കൻഡ് ലെയർ എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ലെയർ. അതേ നല്ല കിലുക്കിട്ടാൻ പോലെ നല്ല അന്തസ്സായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അതേ മൂന്നാമത്തെ ലെയർ എടുക്കേണ്ട. ഇത് നല്ല മൂന്നാമത്തെ ലെയർ നല്ല അന്തസ്സായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അതേ ഇതോട് മാറ്റി വെക്കേണ്ട. അതേ ഇതാണ്ട് ലാസ്റ്റത്തെ 2 തട്ടാണ് ഗൈസ്. അതേ എല്ലാ തട്ടിലെ ചെമ്മീനും നല്ല അന്തസ്സായിട്ട് ഉണങ്ങി കിട്ടിയാണ് കേട്ടാ. അതേ ഇതും കൂടി എടുത്ത് വെക്കാണ്. അതേ ഇതാണ്ട് നമ്മളെ ഉണക്കിയ ചെമ്മീൻ. ഇത് നമ്മൾ മുറത്തിലാക്കി വെച്ചേക്കാണ്. അതേ ഇത് നമ്മൾ പാക്ക് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ് കേട്ടാ. അപ്പോഴത്തേ നമ്മുടെ ഉണക്കിയ ചെമ്മീനൊക്കെ നമ്മൾ പാക്ക് ചെയ്യാനായിട്ട് പോകണേണ്. അപ്പോഴത്തേ നമ്മുടെ ചെമ്മീനൊക്കെ ആദ്യം പാക്കറ്റിലാക്കിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സീലിംഗ് മെഷീൻ വെച്ചിട്ട് സീൽ ചെയ്യും.
നമ്മുടെ ചെമ്മീനൊക്കെ ഇട്ട് വെച്ചാൽ പാക്കറ്റ് സീൽ ചെയ്യാനായിട്ട് പോണേണ്. അപ്പോൾ ഈ സീലിംഗ് മിഷൻ അതിനകത്ത് വെച്ചിട്ട് അമർത്തുമ്പോൾ സീലാവട്ടാ. നമ്മളെ പാക്കറ്റ് സീൽ ചെയ്ത് കഴിഞ്ഞേക്കണ്ട. നമ്മുടെ ചെമ്മീനൊക്കെ നമ്മൾ കൊണ്ട് വിൽക്കോട്ടാ. അപ്പോൾ 200 ഗ്രാം ചെമ്മീനാണ് ഈ പാക്കറ്റിലുള്ളത്. അപ്പോൾ 200 ഗ്രാമിന് 100 രൂപയാണ് നമ്മൾ മേടിക്കണത്. അപ്പോൾ കേസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഉണക്കണതും നമ്മുടെ ചെമ്മീൻ ഉണക്കണ മിഷനും ചെമ്മീൻ പാക്ക് ചെയ്യണതും എല്ലാം നമ്മൾ കണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.